ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് തട്ടുദോശയുടെ റെസിപ്പി ആയിട്ടാണ്. തട്ടുദോശ മാത്രമല്ല, തട്ടുകടയിൽ കിട്ടുന്ന 2 ചമ്മന്തി തയ്യാറാക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ ചട്നി എന്നും പറയും. സാധാരണ ഇഡലിക്കും ദോശയ്ക്കും നമ്മൾ അരി ഉഴുന്നും എടുക്കുന്ന അളവല്ല, തട്ടുദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവുകളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് തട്ടുകടയിലൊന്നും പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 1/2 കപ്പ് ഉഴുന്നിന് 2 കപ്പ് അരിയാണ് വേണ്ടത്. ഞാനിവിടെ ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ദൊപ്പി അരി എന്നും പറയും. ഇഡലി അരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇല്ലെങ്കിൽ 1 കപ്പ് പച്ചരി എടുക്കുക, 1 കപ്പ് പുഴുങ്ങലരി എടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ള അരി. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തിയെടുക്കണം. അരിയിലും ഉഴുന്നിലും നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അരച്ചു കൊടുക്കുന്നത്. ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറില്ലെങ്കിൽ അവല് ചേർത്താലും മതി. ഇനി ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാം. ഒട്ടും തരി കാണാനേ പാടില്ല. ഇപ്പം ഈ ഉഴുന്നിലുള്ള വെള്ളം വെച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. ഉഴുന്നരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മിക്സിയുടെ ജാറ് ചൂടാവാൻ പാടില്ല. ചൂടായി പോയാൽ പിന്നെ മാവ് പൊങ്ങി വരില്ല. അപ്പം നിങ്ങളുടെ മിക്സിയുടെ ജാറ് അധികം ചൂടാവുന്നുണ്ടെങ്കിൽ ഐസ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ദാ ഉഴുന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തരികളില്ലാതെ. ഇപ്പം അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതും അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ നല്ല സ്മൂത്ത് ആവേണ്ട, കുറച്ച് തരികൾ വേണം. പുട്ടുപൊടിയുടെയൊക്കെ തരികളില്ലേ, അതുപോലെ കിടക്കണം. അധികം അരയാതെയും കിടക്കരുത്. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. തരികൾ കാണാൻ പറ്റുന്നില്ലേ? ഇനി നമുക്കിത് ഉഴുന്നിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി വരും. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തവി കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇത് നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 8 മണിക്കൂർ മതി. തണുപ്പാണെങ്കിൽ 12 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം ഇവിടെ ഇപ്പം നല്ല ചൂടുണ്ട്, 8 മണിക്കൂർ മതിയാവും. തണുപ്പുള്ള സമയങ്ങളിൽ മാവ് പൊങ്ങി വരാൻ ഓവനിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈ മാവ് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. തിളയ്ക്കുന്ന വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളമാണ്. പഞ്ഞി പോലത്തെ ഇഡലിയും ദോശയ്ക്കും എങ്ങനെയാണ് മാവ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ദോശ ഇഡലിയും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാവ് അടയ്ക്കുമ്പോൾ ഇതുപോലത്തെ നെറ്റോ അല്ലെങ്കിൽ തുണിയോ കൊണ്ട് അടയ്ക്കുക. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ചാൽ അകത്തോട്ട് എയർ കടക്കില്ല. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരില്ല. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 12 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പതിയെ മിക്സ് ചെയ്യുക, ഒരു വശത്തോട്ട് മിക്സ് ചെയ്യുക. അധികം മിക്സ് ചെയ്താൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയിട്ട് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കില്ല. അപ്പോൾ ഈ മാവിന് നല്ല കട്ടിയുണ്ട്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ലൂസായും പോവരുത്. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അതിൽ ദോശ ചുടുമ്പോൾ ഉള്ള ടേസ്റ്റ് ഒന്ന് വ്യത്യാസം തന്നെയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വയ്ക്കാം. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാൻ. പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തളിച്ചതിന് ശേഷം തുടച്ചെടുക്കാം. അപ്പോൾ പാൻ അധികം ചൂടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അല്ലെങ്കിൽ ദോശ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോവും. ഇനി ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തരുത്. തട്ടുദോശയ്ക്ക് കുറച്ച് കനം വേണം. പിന്നെ തട്ടുദോശയുടെ വലിപ്പവും ചെറുതായിരിക്കും. ഇതിനെ തട്ടിൽ കുട്ടി ദോശ എന്നല്ലേ പറയുന്നത്. ചെറിയ ചെറിയ ദോശകളായിട്ട് വേണം ചുട്ടെടുക്കാൻ. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ വേണമെന്നുള്ളവർ ഒഴിച്ചാൽ മതി. നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം.
നല്ലെണ്ണ ഒഴിക്കുന്നതാണ് ദോശയ്ക്ക് ടേസ്റ്റ്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. താഴ്ഭാഗം ഇതുപോലെ ആയി വരണം. ചുടുമ്പോൾ തന്നെ നല്ല ദോശയുടെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയും ചുട്ടെടുക്കാം. ചമ്മന്തി ആദ്യം തയ്യാറാക്കി വെച്ചിട്ട് ദോശ ചുടുകയാണെങ്കിൽ നമുക്ക് ചുടുമ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കാം, ഒട്ടും തണുത്തു പോവില്ല. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്ക് തേങ്ങാ ചട്നി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത മുളക് പൊടിയാണ്. വറുത്ത മുളക് പൊടി തന്നെ എടുക്കണം. വറുക്കാത്ത മുളക് പൊടിയാണ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചട്ടിയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. വറുക്കാത്ത മുളക് പൊടി ചേർത്ത് അരച്ചാൽ ചട്നിക്ക് ഒട്ടും ടേസ്റ്റ് കാണില്ല. 1 ടീസ്പൂൺ പൊട്ടുകടല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ചെറിയ ഉള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി കാണാനേ പാടില്ല. അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിവിടെ 1/2 നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാം. ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞൊഴിക്കാം. തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന ചമ്മന്തി നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളം പോലെ ആവുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് തേങ്ങാ ചമ്മന്തിയും ഒന്ന് മുളക് ചമ്മന്തിയും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിക്ക് കുറച്ചൊന്ന് എരിവ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. മുളക് ചമ്മന്തി ഉണ്ടല്ലോ, അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാൻ. അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് ചമ്മന്തി കൂടുതൽ എടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. വെട്ടി തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോവും. സൈഡിലൊക്കെ ഇങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 1 വരെ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എരിവ് കൂടുതലായിരിക്കും. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്, നല്ല കളറ് കാണും. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പകുതി നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തേങ്ങാ ചട്നി പോലെ അധികം വെള്ളം പോലല്ല, കുറച്ച് കുറുകിയിരിക്കണം. നമ്മൾ തീയലും സാമ്പാർ പോലെയൊക്കെ കുറച്ചൊന്ന് കുറുകിയാണ് ഇരിക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 നുള്ളു കായപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അപ്പോൾ അതാ തിളച്ചു വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് 1 നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. 2 തരത്തിലുള്ള ചട്നിയും തട്ട് ദോശയും റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റും ആണ്. നമ്മൾ തയ്യാറാക്കി എടുത്ത ചട്നിയുടെ അളവ് 5-6 പേർക്ക് തികയും. തിരുവനന്തപുരത്തൊക്കെ തട്ടുകടയിൽ തട്ടുദോശ വാങ്ങുമ്പോൾ രസവടയും കൂടെ വാങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്താൽ വലിയ ലെങ്തി റെസിപ്പി ആയിപ്പോവും. അത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പം ഇതിൻ്റെ കൂടെ സാമ്പാറും രസവും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കൊരു ഓംലെറ്റും കൂടെ തയ്യാറാക്കാം. തട്ട് ദോശ കഴിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം തീർക്കാനായിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.